തമാശ പറയാൻ താല്പര്യമുണ്ട്. തമാശ പറയുന്നവരോട് ഞാനൊരു കാര്യം പറയാം. തമാശയ്ക്ക് ഒരു വലിയ റിസ്ക് ഉണ്ട്. ഈ തമാശ ഏറ്റില്ലെങ്കിൽ അത് വളിപ്പായി മാറും. അതിനൊരു നാറ്റക്കേസാ അത്. ആൾക്കാർ നമ്മളെ വല്ലാത്ത കളിയാക്കും. തമാശ എറിച്ചാലും അവർ കൂടുകൂടെ കുലുക്കി ചിരിക്കുകയും ചെയ്യും. അപ്പോൾ തമാശയുടെ റിസ്ക്കാ അത്. നമ്മൾ മലയാളികൾക്ക് തമാശയിലും നർമ്മത്തിലും വലിയ താല്പര്യമാണ്. എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് താനും. നർമ്മം കലർത്തി പറയുന്നതിലൂടെ നമുക്ക് പറയാനുള്ള കാര്യം കൂടുതൽ ആഴത്തിലേക്ക് കയറും. ഈ ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ സറ്റർ എഴുതുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം സാധാരണ പറയുന്നതിനേക്കാളും ആഴത്തിൽ ചാട്ടുടി പോലെ തറഞ്ഞു കയറും അത്. ഒരു തമാശ കേട്ട് ചിരിച്ച് മരിച്ചുപോയ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് നിങ്ങളിപ്പോൾ പറയും അല്ലേ? എന്നാൽ അങ്ങനെയല്ലെന്നേ. ചരിത്രത്തിൽ ചിരിച്ച് മരിച്ചുപോയ ഒരാളുണ്ട്. ചിരിച്ചു മരിച്ചു എന്നൊക്കെ നമ്മൾ അതിശയോക്തിയായി പറയുന്ന കാര്യമാണത്. എന്നാൽ അത് ശരിക്കും സംഭവിച്ചു. 273 BC-യിലാണ് ഈ സംഭവം. ഏതൻസിൽ ജനിച്ച ക്രിസിപ്പസ് എന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് സ്വന്തം തമാശയെ ഓർത്ത് ചിരിച്ച് മലയാളിയുടെ ഭാഷ മണ്ണ് കപ്പി മണ്ണിലേക്ക് വിലയം ചെയ്തു, മരിച്ചുപോയി. അത്ര ശക്തിയുണ്ട് തമാശകൾക്കെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിമർശനങ്ങൾ ഏറ്റവും ശക്തിയായി ഉന്നയിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഭാഷ നർമ്മത്തിൻ്റെതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ വളരെ സീരിയസ് ആയ ചില മനുഷ്യരുണ്ട്, ഗൗരവക്കാരാണ്, അടിമുടി ഗൗരവക്കാർ. അവരെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. അവരുടെ വരവൊക്കെ എങ്ങനെയാണെന്നറിയാമോ? അവർ ഇങ്ങനെ നടക്കുവർ എന്ന് വെച്ചാൽ അവർ എന്ത് കേട്ടാലും ഉള്ളിൽ ചിരിച്ചാലും ഒരു പുറത്ത് കാണിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർ പറയും വളിപ്പടിക്കാതെ എണീറ്റ് പൊക്കെ എന്ന് പറയും. പക്ഷേ നമ്മൾ തമാശ ഇപ്പോൾ EK നായനാർ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട്? അദ്ദേഹം ഫലിതബോധത്തോടെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ആൾക്കാരത് കത്തുകയും ചെയ്യും. നമ്മുടെ രാജ്യത്ത് RK ലക്ഷ്മണനെ പോലെ ഭരണകൂടത്തിനെതിരെ നിന്ന എത്ര കാർട്ടൂണിസ്റ്റുകളുണ്ടെന്ന് ഓർത്തു നോക്കൂ. നമുക്ക് PK മന്ത്രി, അങ്ങനെ കേരളത്തിലും ആക്ഷേപഹാസ്യത്തിലൂടെ നല്ല കാർട്ടൂണിലൂടെ ടോം, അതുപോലെ സുകുമാർ, അങ്ങനെ എത്ര ആളുകളുണ്ടായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും അസാധ്യ നർമ്മബോധമുള്ളൊരു വ്യക്തിയായിരുന്നു. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥ നിങ്ങൾക്കറിയാം, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ എഴുതിയൊരു സന്ദർഭം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചു പോവുക. പ്രശസ്ത എഴുത്തുകാരൻ ബെർണാഡ് ഷാ ഒരിക്കൽ ഗാന്ധിജിയെ കാണാൻ വന്നു. ഹസ്തദാനം നൽകുമ്പോൾ ബെർണാഡ് ഷാ ഗാന്ധിജിയോട് ടു ഗ്രേറ്റ് മെൻ ആർ മീറ്റിംഗ്, വലിയ രണ്ട് മനുഷ്യർ കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് ചുറ്റുപാടും ഗാന്ധിജി ഒന്ന് നോക്കി. ഹു ഈസ് ദി അതർ പേഴ്സൺ? അതായിരുന്നു ഗാന്ധിജിയുടെ നർമ്മബോധം. മറ്റേ ആൾ ആരാണെന്ന് ചോദിച്ചു. അതായത് രണ്ട് മനുഷ്യർ, ഒന്ന് ഗാന്ധിജി, മറ്റേ ആൾ ആരാണ് എന്ന് ഗാന്ധിജി ബെർണാഡ് ഷായോട് ചോദിച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ അത്രയ്ക്ക് നല്ല നർമ്മബോധമുള്ള ഒരാളായിരുന്നു ഗാന്ധിജി. നർമ്മബോധമുള്ളവർ ഈ ശരിക്കും നമ്മുടെ ഈ വിദേശ നാടുകളിലൊക്കെ തന്നെ ISRO പോലെയുള്ള സ്ഥാപനങ്ങളില്ലേ, നാസ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇരുന്ന് ആൾക്കാരെ ടെൻഷൻ അടിക്കുമ്പോൾ അവർ ഈ സഹപ്രവർത്തകരോട് ഒരു കോമഡി പറ, ഞാനൊന്ന് ടെൻഷൻ ഒന്ന് അയയട്ടെ എന്ന് പറയും. അപ്പോൾ റിലാക്സ് ചെയ്യാൻ പലപ്പോഴും ഈ നർമ്മം ഉപകരിക്കും. നർമ്മബോധമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ ആത്മഹത്യ ചെയ്തേനെ എന്ന് പോലും ഗാന്ധിജി ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. നർമ്മം ജീവിതത്തെ കുറച്ചുകൂടി ലളിതമായി കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അനീതിക്കെതിരെ പ്രതികരിക്കാനും നർമ്മം പോലൊരു ആയുധം വേറെയില്ല. തിരക്ക് പിടിച്ചോടുന്ന ജീവിതത്തിൽ ചിരിക്കാൻ നിങ്ങൾ മറക്കുമായിരിക്കും, പക്ഷേ നർമ്മബോധം നഷ്ടപ്പെടാതെ ഇരിക്കണം. ഇതിന് നമുക്കൊരു കള്ളത്തരമുണ്ട് മലയാളികളിൽ പല ആളുകൾക്കും. അതായത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ഇപ്പോൾ ടെലിവിഷനിൽ ഒരു തമാശ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയുടെ മുഖത്തൊക്കെ നോക്കും, നമ്മൾ ചിരിക്കണോ ചിരിക്കേണ്ടതെന്ന്. കാര്യം നമ്മൾ ചിരിച്ചു പോയാൽ നമ്മുടെ നിലവാരം താഴ്ന്നു പോകുമെന്ന് സംശയിച്ച് നമ്മൾ ചിരിക്കാതിരിക്കും. എന്നാൽ ഒരു തിയേറ്ററിലേക്ക് പോയി വൈദ്യുത വിളക്കുകളൊക്കെ അണഞ്ഞ് സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ, കിലുക്കമൊക്കെ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു മനുഷ്യനെ കണ്ടതാണ്. ജഗദീഷ് ശ്രീമാൻ്റെ കോമഡിയെ കണ്ട് കുലുക്കി ഇങ്ങനെ മലമലാന്ന് കിടന്ന് തലയറിഞ്ഞ് ചിരിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വീട്ടിലാണെങ്കിൽ അങ്ങനെ ചിരിക്കത്തില്ല. ഇത് ആദ്യം ഒരു തമാശ കേട്ട് കഴിഞ്ഞാൽ ഇത് ചിരിക്കേണ്ട തമാശ തന്നെയാണോ, ആദ്യം മനസ്സിലൊക്കെ ഇട്ടൊന്ന് എഡിറ്റ് ചെയ്ത് ആലോചിച്ചിട്ട് ഇത് അത്ര കോമഡി ഇല്ല ഇതിനകത്ത്, അപ്പോൾ ചിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം കേട്ടാൽ ദുരഭിമാനമാണ് തമാശ കേട്ട് ചിരിക്കാൻ. അങ്ങനെയുള്ള ആളുകൾ രാജ്യദ്രോഹികളാണെന്ന് ഞാൻ പറയും. യെസ്. അപ്പോൾ ഫലിതത്തെ നർമ്മബോധത്തെ നമ്മൾ അത്രയും ഗൗരവത്തിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.